ലോകമൊട്ടാകെ തന്നെ ഈ തടവുകാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എന്തിനാണ് തടവ് എന്ന കാര്യത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതൽ വളരെ ഗൗരവമായി ഇത്തരം ചർച്ചകൾ വരികയും ഒരുപാട് പരിഷ്കാരങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, നമ്മൾ ആലോചിക്കേണ്ട പ്രാഥമികമായ സംഗതി ഒറ്റ കാര്യം മാത്രമാണ്. മനുഷ്യരെ എന്തിനാണ് തടവിലാക്കുന്നത്? ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തു, അതിനുള്ള ശിക്ഷയായിട്ട് അവരെ സമൂഹത്തിൽ നിന്നും മാറ്റി അവർക്ക് ഒരു തടവ് ശിക്ഷ കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? പണ്ട് കാലത്ത് രാഷ്ട്രീയ പ്രതിയോഗികളെ തടവിലാക്കിയിരുന്നു. തടവിലാക്കുന്നതിനേക്കാൾ കൂടുതലായി കുറ്റമായി സമൂഹം കരുതിയിരുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ശിക്ഷിക്കുന്നത് വഴി ബാക്കിയുള്ളവരെ ഭയപ്പെടുത്തുക, അവരെ കുറ്റം ചെയ്യാതിരിക്കാനായി അതൊരു മാതൃകയാക്കുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, സമൂഹം അംഗീകരിക്കുന്ന സദാചാര സങ്കല്പങ്ങളെ ലംഘിക്കുന്ന സ്ത്രീകളെ പട്ടണവാതിലിൽ കൊണ്ടുചെന്നിട്ട് കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് യഹൂദരുടെ ഓൾഡ് ടെസ്റ്റ്മെന്റിലും ബൈബിളിന്റെ ഓൾഡ് ടെസ്റ്റ്മെന്റിലും ഒക്കെ പറയുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ അത്തരമൊരു ശിക്ഷാവിധി വളരെ നോർമലാണ് എന്ന് കരുതുന്ന ധാരാളം ആളുകളുണ്ട്. നിയമപരമായി അത് സാധ്യമല്ലെങ്കിൽ പോലും. പാകിസ്ഥാനിലെ പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, അല്ലെങ്കിൽ ഇറാനിലെ ഉൾനാടൻ പ്രദേശങ്ങൾ, അവിടെയൊക്കെ ഇപ്പോഴും രാജ്യം ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഇത്തരം ശിക്ഷാവിധികൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ വളരെ പ്രകടമായി തന്നെ വളരെ പ്രാകൃതമായ ഇന്നത്തെ സമൂഹം കാണുന്ന തരത്തിലുള്ള ശിക്ഷാവിധികളുണ്ട്. ഇത്തരം ശിക്ഷാവിധികൾ ഒക്കെ തുടങ്ങുന്ന കാലത്ത് അതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നമ്മളതിനെ പൂർണ്ണമായിട്ടും ഒരു നോ നെഗറ്റീവ് എന്ന നിലയിലല്ല, എങ്ങനെയാണ് ഇത്തരം ശിക്ഷാവിധികൾ ഉണ്ടായി വന്നത് എന്നുകൂടി പരിശോധിച്ചുകൊണ്ടേ നമുക്ക് അതിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുകയുള്ളൂ. എല്ലാ ശിക്ഷാവിധികളുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതൊരു കുറ്റകൃത്യമായി രാജ്യം അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ്, അത് ചെയ്യാൻ മുതിരുന്ന ആൾക്കാർക്കുള്ള ശിക്ഷ ഇതാണ് എന്ന് ഭയപ്പെടുത്തുക. ഇതാണ് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം എതിരാളിയെ ഇല്ലാണ്ടാക്കുക, പ്രതിയോഗിയായ ഒരാളെ ഇല്ലാണ്ടാക്കുക, രാഷ്ട്രീയ പ്രതിയോഗികളെ, എംപയറിനെ ചലഞ്ച് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇല്ലാണ്ടാക്കുക. അങ്ങനെ ഇല്ലാണ്ടാക്കുന്നത് വഴി നിങ്ങൾ ഇങ്ങനെ ചലഞ്ച് ചെയ്താൽ നിങ്ങളുടെയും ഗതി ഇത് തന്നെയാണ് എന്നൊരു താക്കീത് സമൂഹത്തിന് കൊടുക്കുക. ഇത് രണ്ടുമായിരുന്നു പഴയ കാലത്തെ ഉദ്ദേശം. ഇനി ആധുനിക കാലത്ത് തടവ് ശിക്ഷകളുടെ രീതിയാകെ മാറി, അതിനൊരു പൊതു സ്വഭാവം ഉണ്ടായി. അപ്പൊ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാവുന്നത്, ശിക്ഷ എന്ന് പറയുന്നത് ഇപ്പൊ വധശിക്ഷ പോലുള്ള സംഗതികൾ ആധുനിക രാജ്യങ്ങളൊക്കെ തന്നെ ഉപേക്ഷിച്ചിരുന്നു. അമേരിക്ക ആധുനിക രാജ്യമാണെങ്കിൽ അമേരിക്കയിൽ വധശിക്ഷ ഉണ്ട്. പക്ഷേ ഉദാഹരണത്തിന് യൂറോപ്യൻ യൂണിയനിൽ ഒരു രാജ്യത്തും വധശിക്ഷ പറ്റുകയില്ല, വധശിക്ഷ അനുവദിച്ചിട്ടില്ല. കാരണം വധശിക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ ജീവൻ എടുക്കുകയാണ്. ആ ജീവൻ എടുക്കുന്നത് വഴി നമ്മൾ സമൂഹത്തിന് ഒരു പാഠവും നൽകുന്നില്ല എന്ന് മാത്രമല്ല, ആ വ്യക്തിക്ക് നമ്മൾ അതുമൂലം ഒരു ശിക്ഷ നൽകുന്നില്ല, അയാളെ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നു എന്നേ ഉള്ളൂ, അല്ലേ? പക്ഷെ ഈ ശിക്ഷ എന്ന് പറയുന്നത് അവരെ പനിഷ് ചെയ്യുകയാണോ അതോ അതിന് മറ്റൊരു ഉദ്ദേശമുണ്ടോ? ഇവിടെയാണ് ജയിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായതും പല രാജ്യങ്ങളിലും ഇതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ലോകമൊട്ടാകെ അംഗീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഹ്യൂമെയിൻ ആയിട്ടുള്ള രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ, അത് ഇന്ത്യ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നിയമ സംഹിത പ്രധാനമായും ഊന്നുന്നത് അവർക്ക് അർഹമായ ഒരു ശിക്ഷ കൊടുക്കണം എന്നതിനേക്കാൾ ഉപരി, അതാണ് പൊതുവികാരം, അങ്ങനെയാണല്ലോ അല്ലേ? എനിക്ക് നീതി കിട്ടണമെങ്കിൽ അവനെ തൂക്കിലേറ്റണം എന്ന് പറയുന്ന കൊല ചെയ്യപ്പെട്ടയാളുടെ ബന്ധു, എനിക്ക് അവന്റെ ശിക്ഷ കാണുന്നത് വഴിയേ എനിക്ക് നീതി കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന വികാരം, ഇത് പ്രാകൃതമായ ഒരു വികാരമാണ്. നമ്മൾ ഇന്നത്തെ ശിക്ഷകളുടെ ഒന്നും ഉദ്ദേശം അതല്ല. ശിക്ഷയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കുറ്റം ചെയ്തയാളെ വീണ്ടും ഒരു അവസരം കൊടുത്ത് ഉത്തമ പൗരനാക്കി സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. റിഫോം ചെയ്യുകയാണ് ഇന്നത്തെ തടവ് ശിക്ഷകളുടെ എല്ലാം പ്രധാനപ്പെട്ട ഉദ്ദേശം. താത്വികമായിട്ടെങ്കിലും, പ്രായോഗികമായിട്ട് അങ്ങനെയല്ല. പല ആൾക്കാരെയും തടവിലാക്കുന്നത് പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടാകാം, അതിന് ചിലപ്പോൾ ന്യായങ്ങൾ കണ്ടുപിടിക്കാകാം. ഒരാളെ ശിക്ഷിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിക്കുന്നുണ്ട്, കാരണം അത് അവനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് എന്നൊരു ബോധ്യം ഉള്ളത് കൊണ്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഫണ്ടമെന്റലി നമ്മുടെ ശിക്ഷാ സമ്പ്രദായത്തിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ വ്യക്തിയെ ശിക്ഷ നടപ്പിലാക്കുന്നത് വഴി അല്ലെങ്കിൽ തടവിലേക്ക് വിടുന്നത് വഴി അയാളെ റിഫോം ചെയ്ത് ഒരു പുതിയ മനുഷ്യനാക്കി
സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരാൾ കുറ്റവാളിയാകുന്നത് എങ്ങനെയാണ്? പല കാരണങ്ങൾ കൊണ്ടാണ്. സാമൂഹ്യമായ കാരണങ്ങൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ട്, അത് മറ്റൊരു കാരണമാണ്. ഇവരെയൊക്കെ തന്നെ റിഫോം ചെയ്യാൻ വലിയൊരു അളവോളം പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രിസണേഴ്സ് വേജസ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാകുന്നത്. ഓർക്കണം, പണ്ട് കാലത്ത് ഈ തടവുകാരെ പിടികൂടുന്നത് ഒരു വലിയ അസറ്റായിട്ടാണ് കരുതിയിരുന്നത്. നമ്മുടെ ഈ സ്ലേവറി സമ്പ്രദായം തന്നെ വ്യാപകമാകുന്നത് ഈ യുദ്ധത്തിൽ തടവുകാരായ ആൾക്കാരെ പിടിക്കുന്നത് കൊണ്ടാണ്. ഈജിപ്തുകാരെ ഓരോ യുദ്ധത്തിലും, ആദ്യത്തെ പ്രധാനപ്പെട്ട സാമ്രാജ്യം എന്ന നിലയിൽ ഈജിപ്തുകാരെ ഓരോ എക്സ്പാൻഷനും ഓരോ യുദ്ധത്തിലും കൂടുതൽ ആൾക്കാരെ തടവുകാരായി കൊണ്ടുവന്ന് അവിടെ പണിയെടുപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് വലിയ പിരമിഡുകൾക്ക് ഉണ്ടായത്. അവരെ കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു. അങ്ങനെ സൗജന്യമായി ജോലി ചെയ്യാൻ ആൾക്കാരെ പിടികൂടുക എന്നത് യുദ്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് പോലും ആയിരുന്നു ഒരു കാലത്ത്. ഓരോ യുദ്ധത്തിലും പിടികൂടുന്ന ആൾക്കാരെ സൗജന്യമായി ജോലി ചെയ്യിപ്പിക്കുക, അവർക്ക് ഭക്ഷണം മാത്രം കൊടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സമീപനം പഴയകാല സാമ്രാജ്യങ്ങളും രാജാക്കന്മാരും ഒക്കെ പുലർത്തിയിട്ടുണ്ട്. വേറൊരു തരം ശിക്ഷയുണ്ട്, ആൾക്കാരെ പീഡിപ്പിക്കുക, അവരെ കഷ്ടപ്പെടുത്തുക, ഭയപ്പെടുത്തുക, വേദനിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് വഴി എതിരഭിപ്രായങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അവിടെ രണ്ട് സംഗതിയുണ്ട്. ഒന്ന്, എതിരഭിപ്രായങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത്. പിന്നെ ഇത് എതിരഭിപ്രായം പറയുന്നത് തെറ്റാണെന്ന് കരുതുന്ന ഒരു ജനസഞ്ചയത്തെ ആമോദിപ്പിക്കുക, അവരെ ചീറപ്പ് ചെയ്യാനായിട്ട് സമ്മതിക്കുക എന്ന് പറഞ്ഞ സംഗതി. മൂന്നാമത്, ഇത് ചെയ്യുന്ന ആൾക്കാരെ, അതിന് ചിന്തിക്കുന്ന ആൾക്കാരെ ഭയപ്പെടുത്തുക, അങ്ങനെ ആ തരം നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കുക. നമ്മുടെ ആധുനിക ചരിത്രത്തിൽ ഏറ്റവും വലിയ ശിക്ഷാവിധി ആയിട്ട് നമ്മൾ ഇന്ന് കാണുന്നത് ഇൻക്വിസിഷൻ കൊലപാതകങ്ങളാണ്. ലോകത്തിന്റെ ഒരു വലിയ ഭാഗത്ത് മുഴുവൻ ഏതാണ്ട് 2200 വർഷത്തോളം വലിയ സ്വാധീനം പുലർത്തിയ ഗ്രീക്ക് സംസ്കൃതിയും അതിന്റെ തുടർച്ചയായിട്ട് വന്ന റോമൻ സംസ്കൃതിയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പിൽക്കാലത്ത് അതിന്റെ ഭാഗമായിട്ട് വളർന്നു വരുന്ന ഈ ഇന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ വളരെ കഠിനമായ ശിക്ഷാരീതികൾ നടപ്പിലാക്കിയിരുന്നു. ഇൻക്വിസിഷന്റെ കാലത്ത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ഈ റോമൻ സാമ്രാജ്യത്തിന്റെ അധീശത്വം പുലർത്തിയിരുന്ന ഒരു കാലത്ത് മതത്തെ വിമർശിക്കുന്ന ആൾക്കാര് വളരെ വലിയ ശിക്ഷകൾ നേരിട്ടിരുന്നു. അത് നാസ്തികരാണ് ആ ശിക്ഷ നേരിട്ടതെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നാസ്തികർ മാത്രമല്ല, വിമർശിച്ച നാസ്തികരെയും ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതലായും കത്തോലിക്ക സഭയിലേക്ക് മതപരിവർത്തനം ചെയ്തതിന് ശേഷം പിന്നീടും പഴയ വിശ്വാസം പുലർത്തിയിരുന്ന ആൾക്കാരെയാണ് ഇൻക്വിസിഷൻ കൂടുതലായി വിധേയരാക്കിയിട്ടുള്ളത്, പ്രധാനമായിട്ടും യഹൂദരെ. കാരണം റോമൻ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ യഹൂദരെയാണ് കൂടുതലായിട്ട് അവർ മതപരിവർത്തനം ചെയ്തത്. അവരിൽ ആരെങ്കിലും പഴയ ആചാരങ്ങൾ തുടർന്നിരുന്നെങ്കിൽ അവരെ പിടികൂടി ഇൻക്വിസിഷന് വിധേയമാക്കുക, കൈയും കാലം തല്ലി ഒടിക്കുക, അവരെ അവസാനം ചിത്രവധം എന്ന് നമ്മൾ പറയുന്നത് പോലെ അവരെ കെട്ടിയിട്ട് പച്ചയ്ക്ക് കത്തിച്ചു കളയുക എന്നൊക്കെ പറയുന്ന പരിപാടികൾ പോർച്ചുഗീസുകാരും സ്പെയിനും ഒക്കെ വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ട്. അതെല്ലാം പാപ്പൽ സാങ്ഷനോട് കൂടിയാണ്, മാർപ്പാപ്പമാരുടെ അംഗീകാരത്തോടു കൂടി അവരുടെ വിശ്വാസ സംരക്ഷണയ്ക്ക് വേണ്ടിയുമാണ് ചെയ്തിട്ടുള്ളത്. 1700-കളിലും 800-കളിലൊക്കെ അങ്ങനെ നടന്നിട്ടുള്ളതിന്റെ ഒരുപാട് രേഖകൾ നമുക്കുണ്ട്. അതുകൂടാതെ നമ്മുടെ കേരളത്തിലെ ഉദാഹരണം തന്നെ എടുത്തു. തിരുവിതാംകൂറിൽ പോലും തേങ്ങ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ ഒരു കുറ്റത്തിന് വേണമെങ്കിൽ ഒരാളെ ചിത്രവധം ചെയ്ത് കൊല്ലാൻ സാധിക്കുമായിരുന്നു. ചിത്രവധം ചെയ്ത് കൊല്ലുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ടായിരുന്നു നമ്മുടെ ചിത്രവധങ്ങൾ. ഒരു കൂടിനകത്തിട്ട്, പക്ഷിക്കൂട് പോലെ ഒരു കൂടിനകത്തിട്ട് മരത്തേൽ തൂക്കിയിട്ട് വിശന്നും ദാഹിച്ചും ഒരാള് കഷ്ടപ്പെട്ട് മരിക്കുന്നത് സമൂഹം മുഴുവൻ കണ്ടു നിൽക്കുക എന്ന് പറയുന്ന തരം ശിക്ഷകൾ അവിടെ ഉണ്ടായിരുന്നു. അത്ര ചിത്രക്കൂടുകൾ പോലും ഇന്ന് മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തി മറ്റുള്ളവരെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് ഇപ്പൊ നമ്മളൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലേ, ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല ഭക്ഷണം അവിടെ കൊടുക്കേണ്ട കാര്യമില്ല, അവൻ പട്ടിണി കിടക്കണം, അവൻ ഇത് ചെയ്തവനാണ്, അവൻ ദുരിതം അനുഭവിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പഴയ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പറയാറുണ്ട്, ഈ അത്രയും വലിയ കുറ്റം ചെയ്ത ഒരു മനുഷ്യനാണ്, അവന് നല്ല ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ല, അവൻ ശരിക്കും കഷ്ടപ്പെട്ടാണ് അവിടെ കഴിയേണ്ടത് എന്നത് വളരെ ലഘൂകരിച്ച് പറയുന്ന രീതിയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ദാറ്റ്സ് നോട്ട് വാട്ട് ഈസ് ഡൺ ഇൻ ദി മോഡേൺ സൊസൈറ്റി. ഇന്ന് എല്ലായിടത്തും ചെയ്യുന്നത് ഈ പ്രിസണേഴ്സിനെ റിഫോം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. റിഫോം ചെയ്യുക മാത്രമല്ല, കുറെ കൂടി വലിയൊരു സംഗതിയുണ്ട്. ഈ പുനരധിവാസം, അതാണല്ലോ റിഫോം എന്ന് പറയുന്നത്. അത് ഇതിന്റെ ഒരു പർപ്പസ് മാത്രമാണ്. ഇവരെ തിരിച്ച് എക്കാലത്തേക്കും ജയിലിൽ സൂക്ഷിക്കാൻ പറ്റുകയില്ല, അതിന് വലിയ ചെലവുണ്ട് എക്സ്ചേക്കറിന്. അതിന് അങ്ങനെ ചെയ്യാനായിട്ട് ഒരു രാഷ്ട്രത്തിനും അധികാരവുമില്ല.
ഒരു നിശ്ചിത കാലത്തേക്കാണ് ചെയ്യുന്നത്, ഒരാളെ തടവിലാക്കുന്നത്. അപ്പോൾ ആ തടവിലാക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അവർ വെറുതെ ഇങ്ങനെ ഒരു മുറിക്കകത്ത് മാത്രം ഇട്ട് അസുഖമൊക്കെ ഉണ്ടാക്കി വളരെ പെട്ടെന്ന് രോഗങ്ങൾക്കൊക്കെ കീഴ്പ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനാക്കി കളയാണ് വേണ്ടത്. അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. ജോലി ചെയ്യിപ്പിക്കുമ്പോൾ പണ്ട് കാലത്ത് ഓർക്കണം, ആൾക്കാരെ കൊണ്ട് തടവിലാക്കുക, അവരെ കൊണ്ട് പിരമിഡ് പണിയിപ്പിക്കുക, അവരെ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കുക, വേണ്ടി വന്നാൽ യുദ്ധമുഖത്തേക്ക് അവരെ പറഞ്ഞു വിടുക, മുൻനിരയിൽ നിന്ന് മരിക്കാനായിട്ട് അവരെ പറഞ്ഞു വിടുക, അല്ലെങ്കിൽ പഴയ കപ്പലുകൾ തുഴയാൻ വേണ്ടിയിട്ട് ഇവരെ ഏൽപ്പിക്കുക. ഈ ജോഗ്രഫിക്കൽ ഡിസ്കവറീസിന്റെ കാലത്ത് തടവുകാരെയാണ് കൂടുതലായിട്ട് കപ്പലുകൾ തുഴയാനായിട്ട് ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അവരെ അധ്വാനം ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം എപ്പോഴും ഉണ്ടായിരുന്നു. ലേബർ ക്യാമ്പുകൾ എന്ന് പറഞ്ഞൊരു സങ്കല്പം കേട്ടിട്ടില്ലേ? ഇപ്പൊ ഹിറ്റ്ലറുടെ ലേബർ ക്യാമ്പുകൾ, സോവിയറ്റ് ലേബർ ക്യാമ്പുകൾ എന്നൊക്കെ പറയുന്ന ഈ സംഗതിക്കകത്തൊക്കെ തടവുകാരെ പിടികൂടിയിട്ട് ഒന്നുകിൽ സൈബീരിയയിലേക്കോ അല്ലെങ്കിൽ ഔഷ്വിറ്റ്സിലേക്കോ അവരെ കൊല്ലുന്നതിന് മുമ്പോ ഒക്കെ വിടുമ്പോൾ ഇവരെ കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിക്കുകയാണ്. അവരുടെ ജോലി സൗജന്യമായി എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. അവർ ദുർബലരാകുമ്പോൾ അവരെ കൊന്നുകളയും. ഇത് ഒരു ആധുനിക സമൂഹത്തിന് യോജിച്ച സംഭവമേ അല്ല. തടവുകാരെ കഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് ആനന്ദം കിട്ടുന്നത് അവർ കുറ്റം ചെയ്തു, അതുകൊണ്ട് അവർ അനുഭവിക്കണം, കഷ്ടപ്പെടണം, ദുരിതം അനുഭവിക്കണം എന്ന് പറയുന്ന നമ്മുടെ ഒരു പകവീട്ടൽ, സമൂഹത്തിന്റെ പകവീട്ടൽ മനസ്ഥിതിയാണ് നമുക്ക് തോന്നുന്നത്. ഒരു ജോലി ചെയ്യട്ടെ, അവർക്ക് പ്രതിഫലം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. എന്തിനാണ് ഇവർ ജോലി ചെയ്യുന്നത്? ഇവർ എന്തൊക്കെ ചെയ്യുന്നത്? കൈത്തൊഴിൽ ചെയ്യാൻ പറ്റും, വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാൻ പറ്റും, അല്ലെ, അല്ലെങ്കിൽ ഈ ബുക്കൊക്കെ ബൈൻഡ് ചെയ്യാൻ പറ്റും, ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ജോലികളാണ് ജയിലിൽ ചെയ്യുന്നത് സാധാരണ. അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യാൻ പറ്റും. അങ്ങനെ പല രാജ്യത്തും പല രീതിയിലാണ് ഇത് ജോലികളൊക്കെ കൊടുക്കുന്നത്. പക്ഷെ ഇതിനൊരു വേതനം കൊടുക്കണ്ടേ? ഇവരുടെ ജോലിക്ക് പ്രതിഫലം കൊടുക്കാതെ ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അങ്ങനെ സ്റ്റേറ്റ് ഇവരെ അനന്തമായി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഒരു വഴി കൊടുത്താലോ കൂടുതൽ ആൾക്കാരെ തടവിലിടാനായിട്ട് അത് ഒരു കാരണമായി തീരും. ഇപ്പൊ ഞാൻ 5 മാസം പോളണ്ടിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന കഥ പല ആൾക്കാർക്കും അറിയായിരിക്കുമല്ലോ. ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് നേരിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് എൻ്റെ മാത്രം കഥയല്ല, ഞാൻ ഒരുപാട് പേരുടെ കഥകൾ വായിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. അപ്പൊ അവിടെയൊക്കെ ചെയ്യുന്ന ഒരു സംഗതി, ഒരു വലിയ ആക്ഷേപം തന്നെ പോളണ്ടിനെ കുറിച്ചുള്ളത്, അവിടെ ഒരു തടവുകാരൻ ജയിലിൽ കിടക്കുമ്പോൾ ആ തടവുകാരന്റെ ചെലവിന് വേണ്ടിയിട്ട് സർക്കാരിന് ചെലവ് വരുന്നത് ഏതാണ്ട് 550 യൂറോയ്ക്ക് തുല്യമായ തുകയാണ്. അവരുടെ സ്ലോട്ടയിലാണെങ്കിൽ 2000 സ്ലോട്ടേ മറ്റോ ചെലവ് വരും. അപ്പൊ ഇത് സ്പെൻഡ് ചെയ്യുന്ന ആരാണ്? ജയിൽ അതോറിറ്റീസ് ആണ് ഇത് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തടവുകാർ പൂർണ്ണമായും ഈ ഫുൾ സ്ട്രെങ്ത്തിൽ ഉണ്ടെങ്കിലേ ഈ ഫണ്ട് പൂർണ്ണമായിട്ടും വരികയുള്ളൂ. അതുകൊണ്ട് ആൾക്കാരെ റിലീസ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ജയിൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ സാമ്പത്തിക താല്പര്യം കൂടിയാണ്. അതുകൊണ്ട് ആൾക്കാരെ റിലീസ് ചെയ്യാതെ തടവിൽ സൂക്ഷിക്കുന്നു എന്ന പരാതിയുണ്ട്. ചെറിയ കുറ്റം ചെയ്തിട്ട് 7 വർഷവും 8 വർഷവും കഴിഞ്ഞിട്ട് വിചാരണ പൂർത്തിയാകാതെ കഴിയുന്ന ആൾക്കാരെ ഞാൻ പല ആൾക്കാരെ കണ്ടു. ഇവർ ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് താരതമ്യേന നോക്കുമ്പോൾ ഒരു 3 മാസമോ 4 മാസമോ പോലും ശിക്ഷ കിട്ടാനില്ലാത്ത കുറ്റങ്ങളാണ്. പക്ഷെ കോടതി നടപടികൾ അനന്തമായി നീണ്ടുപോകുന്നത് വളരെ ഡെലിബറേറ്റ് ആക്ട് ആണെന്നുള്ള വലിയൊരു പരാതി തന്നെ അവിടെ ഉയർന്നു വരാറുണ്ട്. അപ്പൊ ഞാൻ അതൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ഈ ലേബർ ക്യാമ്പുകളിലൊക്കെ തന്നെ ഇത്തരം ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഇവിടെ ഒരാളിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അയാൾക്കൊരു നല്ല തൊഴിലവസരം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലായിരിക്കാം. ജയിലിൽ അയാൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്, ഒരു തൊഴിൽ അഭ്യസിക്കുകയാണ്, നെയ്യാൻ പഠിക്കുകയാണ്, അതല്ലെങ്കിൽ തയ്ക്കാൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ചെരുപ്പുണ്ടാക്കാൻ പഠിക്കുകയാണ്. ഒരു തൊഴിലാണ് പഠിക്കുന്നത്. ആ തൊഴിൽ പഠിക്കുകയും അത് നിരന്തരമായി ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നത്. ആ ഉൽപ്പന്നത്തിനൊരു വാല്യൂ ഉണ്ട്, അത് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്, അത് മണി ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ആൾക്കൊരു പ്രതിഫലം കൊടുക്കണ്ട, ആ പണം സർക്കാരിന് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ 2 സംഗതിയുണ്ട്. ഇവരുടെ പ്രൊഡക്ടിവിറ്റി പൂർണ്ണമായിട്ടും തീർന്നു പോകും, ചെയ്യാനൊരു ഉത്സാഹം ഉണ്ടാവില്ല. രണ്ടാമത്തെ സംഗതി, ഈ ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്ത് സൗജന്യമായി ജോലി ചെയ്ത് അവരുടെ വർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ നമ്മളൊരു സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ചെയ്യുന്നത്. 2 ചെയ്യാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇവരെ നമുക്ക് റിഫോം ചെയ്യാൻ പറ്റുന്നേ ഇല്ല. കാരണം ഇവരെ ചൂഷണം ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കുകയാണ് വീണ്ടും. അപ്പൊ അതുകൊണ്ട് ഇവർ ജോലി ചെയ്യുകയും ആ ജോലിക്ക് ഒരു പ്രതിഫലം കിട്ടുകയും ചെയ്യുമ്പോൾ അവരോട്, ഈ പ്രോസസ്സിനോട് നമ്മൾ പറയുന്നത് എന്താ? നീ ഇപ്പോൾ മൂല്യമുള്ള ഒരു മനുഷ്യനാണ്, നീ ജോലി ചെയ്താൽ നിനക്കൊരു പ്രതിഫലമുണ്ട്, ആ പ്രതിഫലം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, അത് നിനക്ക് പോകുമ്പോൾ അത് തിരിച്ച് കിട്ടും. അപ്പൊ ഒരു ഹോപ്പ് ഫോർ ലൈഫ് എന്ന് പറയുന്നുണ്ട്. വേറെ ഹോപ്പൊന്നും ഇല്ലല്ലോ, അല്ലേ? ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോകാൻ നേരത്തുള്ള ഹോപ്പൊന്നും ആധുനിക കാലത്ത് മനുഷ്യർ പുലർത്തുന്നില്ല, അല്ലേ? അപ്പം ഇവിടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയാണ്. ഞാൻ ഈ ചെയ്യുന്ന പണം, ഞാൻ ഈ ചെയ്യുന്ന അധ്വാനം
എത്ര നന്നായി ചെയ്താൽ, എത്ര കൂടുതലായി ചെയ്താൽ എനിക്കത് പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ പോകുമ്പോൾ എനിക്കത് കിട്ടും. അപ്പൊ അതൊരു ജീവിതത്തിൽ ഒരു വലിയ ഹോപ്പാണ്. ആ ഹോപ്പ് ഇല്ലെങ്കിൽ ഒരാൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല. അത് ഒന്നാമത്തെ സംഗതി. ഇനി രണ്ടാമത്തെ സംഗതി, ഒരാൾ ജയിലിലേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരാള് ഒരു സാഹചര്യത്തിൽ ഒരു കൊല ചെയ്തു പോയി, ശരിയും തെറ്റും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അയാളുടെ ജീവിതം മൊത്തം തകരുകയാണ്. കുടുംബം തകർന്നു പോകുന്നു, വീട് പലപ്പോഴും ഇല്ലാണ്ടാവുന്നു. ചിലപ്പോൾ വാടക വീടായിരിക്കും, അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്നു, വീട്ടുകാരെല്ലാം ഛിന്ന ഭിന്നമായി പോകുന്നു, ബന്ധങ്ങൾ തകരുന്നു. ഈ മനുഷ്യന്റെ ജീവിതം പൂർണ്ണമായും തകരുകയാണ്, അയാളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവൻ ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പല പല പ്രശ്നങ്ങൾ കൊണ്ട് തകർന്നു പോകുന്ന ഈ മനുഷ്യന് തിരിച്ചു വരുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ജയിലിലെ ഈ കാലഘട്ടത്തിൽ ഇടപെടുന്ന മനുഷ്യർ മുഴുവൻ ക്രിമിനൽസ് ആണ്. ഒരു ക്രൈം ചെയ്തിട്ടാണ് ഒരാൾ പോകുന്നതെങ്കിൽ ഒരു 25 തരം പുതിയ ക്രൈം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ വിവരങ്ങൾ കൂടി ഇയാളുടെ കയ്യിലുണ്ട്. അയാൾക്ക് ജീവിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? അയാള് കുറ്റകൃത്യത്തിന്റെ, ക്രൈമിന്റെ വേൾഡിലേക്ക് ഇറങ്ങി പോവുകയാണ്. പിന്നെ മറിച്ച് അയാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താലോ, ഈസ് എ റിഫോം പേഴ്സൺ, ആ ജീവിതം പുതുതായി കെട്ടിപ്പടുക്കാൻ നമ്മളൊരു വഴി കൊടുക്കുക വേണ്ടത്. ഇനി കേരളത്തിലെ ജയിലുകളിലെ ശമ്പളം വളരെ കുറവായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയില്ല, എൻ്റെ അച്ഛൻ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നപ്പോൾ ഈ കുറ്റവാളികളുടെ കൂടെ 9 മാസം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ജയിലിലെ ആൾക്കാരുടെ വരുമാനം എത്ര കുറവാണ്, അവർ ചെയ്യുന്ന ജോലിക്ക് എത്രയോ കുറഞ്ഞ ശമ്പളമാണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ സഹ തടവുകാരനായിരുന്ന ഒരാളുണ്ട്, ഇന്നത്തെ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിന്റെ പിതാവ് ബാലകൃഷ്ണപിള്ള. അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് എൻ്റെ പിതാവിന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഈ ജയിലിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് ജയിൽ മന്ത്രിയാവുകയാണ്. അപ്പൊ അന്ന് ആ ജയിലിൽ നടന്ന ചർച്ചകളുടെയൊക്കെ ഒരു പരിണത ഫലമായിട്ട് ജയിൽ വേതനം ആദ്യം കൂട്ടിയാൾ ഈ ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം പിന്നെ ജയിലിൽ കിടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് ചരിത്രത്തിലെ മറ്റൊരു നിയോഗം. അത് ഞാൻ അതിലേക്കല്ല പറയുന്നത്, പക്ഷെ അതൊരു ഒരു ഒരു പോസിറ്റീവ് അപ്രോച്ച് കാണിച്ച ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ലോകമൊട്ടാകെ നടക്കുന്ന ഒരു സംഗതിയാണ്. ഇന്നിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെ ഒരാൾ ജയിലിൽ കിടന്നാലും ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് അയാൾ ജോലി ചെയ്യണം. ചെയ്യുന്നതിന് വെളിയിൽ ഒരു മണിക്കൂറിന് എത്ര പ്രതിഫലം ബേസിക് പേ ഉണ്ടോ അത്രയും പ്രതിഫലം തന്നെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. വിഡ്രോ ചെയ്യുന്നത് ഇയാള് ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ്. സോ പുതിയതായി ഒരു ജീവിതം ആരംഭിക്കാനായിട്ട് അയാൾക്ക് അവസരം കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുറ്റവാളിയെ വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് തള്ളിവിടുകയല്ല വേണ്ടത്. ആ കുറ്റവാളിയെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള വഴിയാണ് നമ്മൾ തുറന്നു കൊടുക്കേണ്ടത്. ഇനി അത് അയാളെ രക്ഷിക്കുക മാത്രമല്ല, സമൂഹത്തെ രക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അത് കൊടുത്തില്ലെങ്കിൽ കൊടും കുറ്റകൃത്യങ്ങളിലേക്ക് ഈ മനുഷ്യൻ വീണ്ടും ആണ്ടുപോകാൻ വഴിയുണ്ട്. അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി ജയിലിൽ കൊടുക്കുന്ന ആൾക്കാർ നന്നായിട്ട് ജോലി ചെയ്യും, ഒരു സമയം പാലിക്കും, പരിശ്രമത്തിന് ഫലമുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാകുന്നുണ്ട്. അപ്പൊ കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ പെട്ടുപോയ പഴയ ജീവിതത്തിൽ നിന്ന് ഒരു മോചനം കിട്ടുന്നു എന്നുള്ളൊരു വിചാരം ഉണ്ടാവും. അതുകൊണ്ട് പുനരധിവാസം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായി തീരും അതോടെ. അതല്ലെങ്കിൽ ഒരു പുനരധിവാസവും ഇല്ല. വെളിയിലേക്ക് വരുന്ന തകർന്നു പോയ സമ്പദ്സ്ഥിതിയും തകർന്നു പോയ സാമൂഹ്യ ജീവിതവും തകർന്നു പോയ ആരോഗ്യവും ഒക്കെ ആയിട്ടായിരിക്കും ഒരു മനുഷ്യൻ തിരിച്ചു വരുന്നത്. പിന്നെ അവൻ ഒന്നുകിൽ ഒരു നരക ജീവിതം, അതല്ലെങ്കിൽ വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്ന ഒറ്റ വഴി അല്ലെങ്കിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ വേതനം കൂട്ടിയത് വളരെ നല്ല നടപടിയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി അതോട് കൂട്ടി ഒരു ചോദ്യം കൊണ്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലേ, ആശാ വർക്കർമാരുടെ ശമ്പളം കൂട്ടി കൊടുത്തില്ല, പക്ഷെ ഇവരുടെ കൂട്ടി കൊടുത്തുള്ളൂ എന്ന് പറയുന്നത് വേറൊരു പ്രശ്നമാണ്. അതിനെ അഡ്രസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ തൊഴിൽ മേഖലയിലുള്ള ആൾക്കാർക്കും അവർ ചെയ്യുന്ന ജോലിക്ക് അർഹമായ പ്രതിഫലം കിട്ടണം. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റണം. അതുകൊണ്ട് ഒരു ബേസിക് ആയിട്ടുള്ള അധ്വാനം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ന്യായമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാ സമൂഹങ്ങളുടെയും അടിസ്ഥാനപരമായ ഒരു പൊതു നിയമമായി മാറേണ്ടതാണ്. ആശാ വർക്കർമാർക്ക് അവർക്ക് വളരെ കുറച്ച് വേതനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി അതിനുള്ള പ്രതിഫലം കൊടുക്കുകയും അത് അവരുടെ സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുകയും വേണം. പക്ഷെ ആശാ വർക്കർമാർക്ക് കൊടുത്തില്ല, ജയിലിലെ പുള്ളികൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയ്തില്ല എന്നത് മറ്റൊന്ന് ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് മാറുന്നില്ല. രണ്ട് പ്രശ്നങ്ങളാണ്, രണ്ടായിട്ട് തന്നെ അഡ്രസ് ചെയ്യേണ്ടതാണ്. ആശാ വർക്കർമാരുടെ പ്രശ്നം അഡ്രസ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്, അത് അതേ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. പക്ഷേ ജയിലിലെ തടവുകാരുടെ വേതനം കൂട്ടിയതും അത് ഒരു പക്ഷേ വളരെ നല്ല ഒരു വേതനം അവർക്ക് കിട്ടുന്നത് വഴി അവരുടെ ജീവിതം സുരക്ഷിതമായി തീരുന്നതും ഒരു ഉത്തമ സമൂഹത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ഒരു സൂചകം തന്നെയാണ്.
അതൊരു അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.